ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മസാല ചിക്കൻ കറിയാണ് വെക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലും നമ്മൾ മസാല മാത്രമാണ് ചേർക്കുന്നത്. മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്കിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കനോട് വെന്ത് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കനോട് റെഡി ആയിരിക്കുവാണ്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കണം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് പൊടി ചേർക്കാത്തതിനാൽ നമുക്ക് പച്ചമുളക് കുറച്ച് കൂടുതൽ വേണം. ഒരു 7-8 പച്ചമുളക് നമുക്ക് അരിഞ്ഞെടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സവോള നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ച വെള്ളമാണ്. നമുക്കത് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് വേവിച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുവാണ്. നമ്മളധികം മുളകൊന്നും ചേർത്തിട്ടില്ല. എരിവ് ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇങ്ങനെ നമുക്ക് മസാലയൊക്കെ ചേർത്തെടുക്കാം. കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായ ഒരു ചിക്കൻ കറിയാണിത്. നമുക്കിത് വളരെ പെട്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.